NSS SNDP കൂട്ടുകെട്ട് അനിവാര്യമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സംവരണ വിഷയത്തിലാണ് SNDP NSS ചർച്ച നടക്കാതെ പോയത്. ലീഗാണ് SNDP NSS ഐക്യം തകർത്തതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഈ 21-ാം തീയതി ഔദ്യോഗികമായ ചർച്ച ഞങ്ങൾ കേരളത്തിലെ ഇന്ത്യയുള്ള മുഴുവൻ ഞങ്ങളുടെ നേതാക്കന്മാരോട് വിളിച്ചിട്ട് അവരിൽ നിന്നുള്ള അംഗീകാരം വേണ്ടിയിട്ട് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളതിനെ പറ്റി ഞങ്ങളൊരു ധാരണയും തീരുമാനം ഉണ്ടാകും. NSS SNDP ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുവെന്നും NSS യോഗം ചേർന്ന് ഐക്യത്തെപ്പറ്റി ആലോചിക്കുമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. കോൺഗ്രസ്സുകാരെ നിശ്ചയിക്കേണ്ട കാര്യമാണ്. ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചു വിട്ടിരിക്കുക കോൺഗ്രസ്. പറഞ്ഞു മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിൻ്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഇവിടെ ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലേ? കോൺഗ്രസിന് പ്രസിഡന്റ് ഉണ്ടല്ലോ. എല്ലാത്തിനും പുള്ളിക്കറി ആടിക്കയറി പറയാൻ ഒരു അധികാരപ്പെടുത്തിയിട്ടുണ്ടായി. അദ്ദേഹമല്ല ഈ ശത്രുക്കളെ മുഴുവൻ ഉണ്ടാക്കുന്നത്. അടി കിട്ടും, ഒരു സംശയമില്ല. ഇങ്ങനെ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഷാജഹാനും സനോജ് സുരേന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ഷമ്മി പ്രഭാകറും ചേരുന്നുണ്ട്. ഷാജഹാൻ, രാവിലെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആദ്യം NSS SNDP ഐക്യത്തെക്കുറിച്ച്, കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറഞ്ഞത്. വളരെ കൃത്യമായി തന്നെയാണ് പിന്നീട് സുകുമാരൻ നായർ 1.5 മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തത്. എന്തൊക്കെയാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറഞ്ഞത് കോൺഗ്രസ് എടുക്കുന്ന ആത്മഹത്യാപരമായ നിലപാട്, കോൺഗ്രസ് എടുക്കുന്ന വർഗീയ നിലപാട്, അതിന് ഒത്താശ ചെയ്യുന്ന VD സതീശൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുകയും ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നിലപാട്, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി തന്നെ വെള്ളാപ്പള്ളിയും പറഞ്ഞു. എന്തൊക്കെയായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ? പണ്ട് തൊട്ടേ SNDP ഉയർത്തിയ വാദമാണ് നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ഐക്യം. മറ്റ് സമുദായങ്ങളുടെ അവകാശം പിടിച്ചുപറ്റാനല്ല തങ്ങൾ ഇങ്ങനെ ഒരു വാദം മുന്നോട്ട് വെച്ചത്. സംവരണം എന്ന വിഷയത്തിലാണ് അന്ന് മുൻനിർത്തിയാണ് ഇത് ചെയ്തത്. പക്ഷേ ലീഗ് നേതൃത്വം SNDP യോഗത്തെ മുൻനിർത്തി സമരങ്ങൾ നടത്തി. നായർ ഈഴവ ഐക്യത്തോട് ലീഗ് യോജിച്ചില്ല. സംവരണം പതി തന്നെ പോയി ചതിക്കപ്പെടുകയായിരുന്നു. അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ലീഗ് SNDPയെ കൊണ്ടുപോയി ചതിച്ചു എന്ന് തന്നെയാണ് പരസ്യമായിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞത്. UDF ആണ് ചതിച്ചത് എന്ന് താൻ പറഞ്ഞിട്ടില്ല. ലീഗ് നേതൃത്വമാണ് SNDP NSS ഐക്യത്തിന് തടസ്സം നിന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ ചില പ്രതികരണങ്ങളോടും മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ലീഗിന്റെ വായായിട്ട് അല്ലെങ്കിൽ നാവായിട്ട് സംസാരിക്കാനാണ് ഇപ്പോൾ അദ്ദേഹം ശ്രമിക്കുന്നത്. അതിന് പ്രധാനം അവന്റെ ലീഗിന്റെ ഗുഡ് ബുക്കിൽ കയറിക്കൂടുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. താൻ ഒരിക്കലും ഒരു മുസ്ലിം വിരോധിയല്ല, താൻ ലീഗിനെതിരെയാണ് പറയുന്നത് മുഴുവൻ. പക്ഷെ അല്ലെ തന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. താൻ അങ്ങനത്തെ ഒരു വർഗീയവാദിയല്ല. ഇന്നലെ പൂത്ത ഒരു തകരയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. കാന്തപുരം ഇരുന്ന വേദിയിൽ അദ്ദേഹം തന്നെ ഇരുത്തി തന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാനും താൻ കോൺഗ്രസിനെതിരല്ല, നേതാക്കളുമായിട്ട് നല്ല ബന്ധമുണ്ട്, 3ാം തവണയിൽ LDF വരുമെന്ന് കരുതുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല നിലവിൽ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ നിലവിൽ ഈ കോൺഗ്രസിലുണ്ട്. പക്ഷെ അവരാരും തന്നെ കുറിച്ച് ഇത്തരത്തിൽ മോശമായ രീതിയിലൊരു പ്രതികരണം നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വളരെ വേദനാപൂർവ്വം പറയുകയുണ്ടായി. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വെള്ളാപ്പള്ളിയുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.